സ്പോർട്സിൽ കമൻട്രി പറയുന്നത് പോലെ ഇതാ ഇപ്പോൾ നടക്കുകയാണ്, മറ്റതാണ്, ആളുകൾ വരുന്നു, ചവിട്ടിപ്പൊളിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ വളരെ തരംതാണ്. എനിക്ക് തോന്നുന്നു കേരളം നമ്മളെത്രയോ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, എല്ലാ കാര്യത്തിലും നിൽക്കുന്നൊരു സമൂഹം. ഇനിയും മാറേണ്ടത് ഈ സ്ത്രീകളോടുള്ള മനോഭാവം, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ നമ്മളെത്രയോ ലോ ആണ്. അപ്പം അതിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്ന ചില കാര്യങ്ങൾ. ഗവൺമെൻറ് പല കാര്യങ്ങളിലും അത് ശ്രമിക്കുന്നുണ്ട്. കേരള സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടി, ഒരു തുല്യമായ സമൂഹത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അത് പ്രത്യേകമായിട്ടല്ല, ഭരണഘടനാപരമായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുന്ന ആശയമാണ്. പക്ഷേ ഭരണഘടനാപരമായി ഡിഗ്നിറ്റി ആയിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ, ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും, മാധ്യമ രംഗത്ത് നിൽക്കുന്നവർ, പൊതുപ്രവർത്തകരായിട്ടുള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ, ഈവൻ കുടുംബം ഇതിലൊന്നും ഒഴിച്ചെടുത്താൻ പറ്റില്ല. അവിടെ നിന്നാണല്ലോ നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം, പരസ്പര ബഹുമാനം, പരസ്പര അംഗീകാരം ഒക്കെ നമ്മളുടെ ഇടയ്ക്കും ഉണ്ടാവും. പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളടക്കം ഇടയ്ക്കിടയ്ക്ക് നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യല്ലേ? അത് ഈ ബോധം വെച്ചിട്ടാണ്. ഈ പുരുഷാധികാര മൂല്യബോധം നമ്മുടെ സമൂഹത്തിലുള്ള ഉണ്ടായിരുന്ന, അല്ലെങ്കിലും ഇന്നും നിലനിൽക്കുന്ന, പ്രത്യക്ഷത്തിലൊക്കെ നമ്മൾ മാറ്റിയ എന്താ പറയുക, ജന്മിത്വ മൂല്യങ്ങൾ പണ്ടുണ്ടായിരുന്ന, സ്ത്രീയെ എങ്ങനെയും ഉപയോഗിക്കാം, എന്തും പറയാം, ആരും ചോദിക്കില്ല എന്നുള്ള ധാർഷ്ട്യവും ആ മൂല്യബോധവും അറിയാതെ നമ്മൾ കൈമാറിപ്പോകുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ രംഗത്തെ ഒരു മൂല്യച്യുതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് മാത്രമല്ല, ഒരു 2-3 സ്ത്രീകളെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് രൂക്ഷമായി ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ മറയ്ക്കാൻ വേണ്ടി എന്നൊരു വേറൊരു സ്ത്രീയെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് കളയാം, അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ്. സില്ലി തിങ്കിങ് ആണ്, വളരെ ലോ ലെവൽ തിങ്കിങ്. അതും ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അതുപോലും ബോധ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കോൺഗ്രസിനെ, UDF എല്ലാവരെയും ഒന്നും മോശക്കാരെയൊന്നും കാണുന്നില്ല. നല്ല പ്രവർത്തകരുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രാദേശികമായ എത്രയോ പ്രവർത്തകർ, അവർ തന്നെ എന്നോട് ഇത് പറഞ്ഞത്, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് എന്നോട് പറയുന്നത് ഇവിടുത്തെ പ്രാദേശികമായൊരു നേതാവാണ്. ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളൊക്കെ ആദരിക്കുന്ന, ഞങ്ങളൊക്കെ കുടുംബ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് കോൺഗ്രസ്സിലെ. അപ്പോൾ എന്നോട് പറയും, ടീച്ചർ ധൈര്യമായിട്ടിരിക്കണം, ടീച്ചർക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷേ വരുന്നുണ്ട്, ടീച്ചർക്കെതിരെ പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം, ധൈര്യമായിട്ടിരിക്കണം, തളർന്നു പോകരുത്. കണ്ടോ, അങ്ങനത്തെയും കോൺഗ്രസ്സുകാർ ധാരാളം ഉണ്ട്. പക്ഷെ അതിനപ്പുറം അധികാരം കിട്ടാൻ വേണ്ടി മത്സരമാണ്. അധികാര സ്ഥാനത്തിന് വേണ്ടി ആരെയും ഏത് വിധത്തിൽ ഉപയോഗിക്കുക. നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. അവരതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു, എന്നിൽ നിന്ന് പല കാര്യങ്ങളും അവർ ചോദിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഏതറ്റം വരെയും ഇതൊരു രോഗമാണ്, സമൂഹത്തിലുള്ള ചില വൈകൃത മനസ്സുകളുടെ പ്രശ്നമാണ്. പക്ഷേ അതിനെ അങ്ങനെ, അതെല്ലാ മേഖലയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്, നമുക്കൊക്കെ ഉണ്ട് അത്. പക്ഷേ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത്, നമ്മൾ സാമൂഹ്യമായ, സാംസ്കാരികമായ ഉയർച്ചയുടെ ഭാഗമായി കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ മാന്യമായി ജീവിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഈ സാധനം, ഏതെങ്കിലും ദുർബലാവസ്ഥ അവനവന് വരുമ്പോൾ അവനവൻ്റെ ദുർബലാവസ്ഥ പരിഹരിക്കാൻ ഈ മനസ്സിലുള്ള ഈ എന്താ പറയുക, ജീർണത അത് ഉപയോഗിക്കുകയാണ്. അല്ല, കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ ഇത് കംപ്ലീറ്റ് വരുന്നത്. അത് പിന്നെ സ്വാഭാവികമായിട്ട് അവരത് ഏറ്റെടുക്കില്ലല്ലോ. ഞങ്ങളാണിത് ഉണ്ടാക്കിയത് എന്ന് പറയുമോ ആരെങ്കിലും? പക്ഷേ അത് പറഞ്ഞു എന്നോട്. അതുപോലെ തന്നെ ഒരു ബോംബ്, നിങ്ങൾ ആ വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഒരു ബോംബ് വരും എന്ന്, ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ
നിങ്ങൾ ബാക്കി എടുത്താൽ മതി. പിന്നെ ഈ പോസ്റ്റർ ആദ്യം വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പടനക്കാരനായ ആളുടെ ഫേസ്ബുക്കിൽ നിന്നാണ്. നിങ്ങളത് പരിശോധിക്കൂ. അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള എല്ലാ മ്ലേച്ഛത്തരങ്ങളും, ഞാൻ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവണില്ലേ, ഇവരിത് എഴുതുമ്പോൾ ഇവരെയാണ് റിവീൽ ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും ഇവർക്കില്ലേ? ഇല്ലേ? നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ശരീരാവയവത്തെക്കുറിച്ച് ഇവർക്ക് എന്താ ധാരണ? ഏതെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം മോശമായതുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തെല്ലാം വൾഗാരിറ്റിയാണ് എഴുതി പിടിപ്പിക്കുന്നത്. അത് അവരോട് ചോദിക്കണം. ഈ ചോദ്യം അവരോട് ചോദിക്കണം. എനിക്ക് നേരിട്ടൊരു പ്രശ്നത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് തന്നിട്ടുള്ളൊരു കരുത്തുണ്ട്, ഒരു മെൻ്റൽ എബിലിറ്റി ഉണ്ട്. അതുപയോഗിച്ച് നിയമപരമായി എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്യണു. ഈ വൾഗറായിട്ടുള്ള കാര്യങ്ങളും വീഡിയോകളും ചെയ്തവരോട് നിങ്ങൾ ചോദിക്കൂ. ഇല്ലേ? താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? താങ്കൾ ഈ ഫുട്ബോൾ കമൻട്രി പോലെ ചെയ്ത കാര്യം ടീച്ചറുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണോ? എന്തുകൊണ്ടാണ് താങ്കൾ കൂടി സഹായിക്കാതിരുന്നത്? ഇങ്ങനെ ചവിട്ടിപ്പൊളിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇദ്ദേഹം ഈ ഫുട്ബോൾ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? സാമാന്യ യുക്തിക്ക് ചേരുന്ന ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് പോയി ചോദിക്കുക. എല്ലാവരോടും പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ മുഖമില്ലാത്ത, ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരെ ഈ അറ്റാക്ക് വന്നപ്പോൾ ഇത് മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് വരുന്നതാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം എന്നാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇല്ലേ? അപ്പോൾ ഇത് പാലൂട്ടി വളർത്തുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു കൊത്തും എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാ. അത് നിങ്ങൾ വായിച്ചെടുക്കുക. പിന്നെ ആ UDF രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പ്രത്യേകിച്ച് നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ. ആ പ്രശ്നത്തെ ഇപ്പോൾ നിയമസഭ നടക്കുന്നു, അതിലവർക്ക് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നു, വളരെ പ്രതിരോധത്തിലാണ്. അങ്ങനെ നിൽക്കുന്ന സങ്കടകരമായ ഒരവസ്ഥ, ഒരു സ്ഥിതിവിശേഷത്തെ അല്പസമയമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഈ വാർത്തയൊക്കെ കുറച്ചൊരാൾക്കാർ കണ്ടോളും. കുറച്ച് സമയമെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ മാറും. പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ എന്താണ് പറഞ്ഞ ലൈംഗിക അരാജകത്വവും അസഭ്യവും ഇതൊക്കെ നടക്കുന്നുണ്ട്. എത്ര മോശമായ ചിന്താഗതിയാണ് കേരള സമൂഹത്തെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് ഇവർക്കുള്ളത്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മാത്രമാണോ? കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീകൾ അവർ കൃത്യമായി പ്രതികരിച്ചപ്പോൾ അവരോട് എന്ത് നിലപാടാണ് എടുത്തത്? അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആരാണ് അവനവൻ്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ കൃത്യമായൊരു നിലപാടെടുക്കുമ്പോൾ അവരെ പറയാത്ത ചീത്തയില്ല, അപവാദങ്ങളില്ല, തെറികളില്ല. ഇതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ? അദ്ദേഹം പോട്ടെ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീക്ക് മാത്രമാണോ അന്തസ്സും അഭിമാനബോധവും ഒക്കെ ഉള്ളത്? പുരുഷന്മാർക്കും ഇല്ലേ? ട്രാൻസ്ജെൻഡേഴ്സിനും ഇല്ലേ? ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിയുടെ അന്തസ്സിനെ സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താൻ ഗൂഢമായി ശ്രമിക്കുമ്പോൾ, വ്യാജമായി പ്രചാരണം നടത്തുമ്പോൾ തീർച്ചയായും അത്തരം മാനസികാവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇതിപ്പോൾ സ്ത്രീകൾക്കെതിരെ വരുമ്പോൾ എന്തോന്ന് സ്ത്രീകളോട് ചോദിക്കുക. ഇതിന് സ്ത്രീകൾക്ക് മാത്രമാണോ മാനാഭിമാനം ഉള്ളത്? പുരുഷന്മാർക്കില്ലേ? അല്ല, ഇതിലെന്താ വിട്ടുവീഴ്ച? നിങ്ങളങ്ങനെ ഒരു ചോദ്യം എന്താ ചോദിക്കണേ? ഇതെന്താണെന്നറിയോ, പ്രതികരിക്കുക എന്നുള്ളത്. ഇപ്പോൾ എനിക്കിഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ഈ ലോക്സഭ ഇലക്ഷന് ശേഷം, ഞാൻ അത്ര വലിയ ആളൊന്നും ആയിരുന്നില്ല, പ്രാദേശികമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ലോക്സഭ ഇലക്ഷന് ശേഷം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗത്തിൻ്റെ ഭാഗമായും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിൻ്റെ പരിചയം. ഇപ്പോൾ എല്ലാവരും ടീച്ചറെ കട്ടയ്ക്ക് സപ്പോർട്ട്, ഒരു കാരണവശാലും പിന്തിരിയരുത്. എനിക്കൊരു മെസ്സേജ് വന്നത്, ടീച്ചർ പിൻവലിഞ്ഞാൽ ഞങ്ങൾ കുറേ പേര് തളർന്നു പോകും. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. ഒരു പ്രശ്നം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഉണ്ടായാൽ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രതികരിക്കണം. അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണ്. നാളെ ഇവിടെ ഉണ്ടല്ലോ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പുരുഷന്മാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം വരാത്തെ? നിങ്ങളെക്കുറിച്ചൊരു അപവാദം പ്രചരിപ്പിക്കുകയാണ്, അതിനകത്തൊരു പുരുഷനുണ്ടല്ലോ, ആ പുരുഷനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കില്ല, പ്രശ്നങ്ങളില്ല. സ്ത്രീ ആണെങ്കിൽ അയ്യോ നിങ്ങളുടെ വീട്, കുടുംബം, മക്കൾ, എന്താ ഇവർക്കില്ലേ ഈ വീടും കുടുംബവും ഭാര്യയും മക്കളൊക്കെ? ഇത് ഒരു എന്താ പറയുക, ഒരു പൊതുവായിട്ടുള്ള മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് മനുഷ്യർക്ക് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക്
നമ്മളെല്ലാവരും വരണം. കേരള സമൂഹം ആ കാര്യത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ ഒന്ന് കണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തും ഏതും പറയാവുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തനിക്ക് രക്ഷപ്പെടാൻ, താൻ അകപ്പെട്ടിരിക്കുന്ന ചെളിക്കുണ്ടിൽ നിന്ന് കയറി പോരാൻ മറ്റുള്ളവരുടെ മേത്തുകൂടെ ചെളിവാരി എറിയുക എന്നുള്ള ഏറ്റവും മോശമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണ്. ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും ഞങ്ങളുടെ രണ്ടുപേരെ കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ രാഷ്ട്രീയമായി എതിര് നിൽക്കുന്നവരോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഞങ്ങളെക്കുറിച്ചൊരു മോശമായ അഭിപ്രായം പറയാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയത് സ്വാഭാവികമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു ബോംബ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു അവാദ പ്രചരണം ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോഴിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ടു, 2-3 ദിവസം മുമ്പ് കണ്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഒരു 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഷൈൻ ഹോസ്പിറ്റലായിരുന്നു, മകൻ്റെ ഭാര്യയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട്. ഒരു 12 മണിയോട് എടുക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, ഒരു വാട്സപ്പ് അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞത്. അപ്പം അതിലാണ് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഷാജഹാൻ എന്ന് പറയുന്ന ഒരു കാലത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തി എത്രയും തരം താഴാൻ പറ്റുമോ അത്രയും മോശമായ രീതിയിലുള്ളൊരു വീഡിയോ അദ്ദേഹം ഇട്ടിരിക്കുന്നത് കാണുന്നത്. അപ്പം അതെല്ലാം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഫ്രെയിം ചെയ്തൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു സംഭവം നടത്തുമെന്ന് പറയുന്ന ഞായറാഴ്ച ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഘോഷം നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഏതാണ്ട് 10-50 പേര് ഒരുമിച്ചിരുന്ന് പാടിയും ആടിയും വൈകുന്നേരം 7 മണി വരെ ഉണ്ടായിരുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ പറയേണ്ടതില്ലെങ്കിലും പറയണം, അത്തരത്തിലുള്ള വളരെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് യാതൊരു എളുപ്പമില്ലാതെ പച്ച നുണ പറയുക, അത് പ്രചരിപ്പിക്കുക. അതിനേക്കാളേറെ ഖേദകരമെന്ന് പറയുന്നത് പിന്നീട് ഇന്നലെ ഒരു 11 മണിക്ക് ശേഷം വന്ന സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ള പോസ്റ്റുകൾ കണ്ടാൽ അറിയാം ഇത് എവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് ലജ്ജിച്ചു പോകുന്ന രീതിയിലാണ് അത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയം എത്രമാത്രം ചീഞ്ഞളിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അവരെത്രയും തൂവെള്ള വസ്ത്രം ഇട്ട് വിളക്കി ചിരിച്ചുകൊണ്ട് വന്നു നിന്നാലും നിങ്ങളുടെ ഈ നിലപാടുകളെ ജനം തിരിച്ചറിയും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴങ്ങളിലേക്ക്, ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പുള്ളിയോട് ചോദിക്കും, പക്ഷേ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനുള്ള പിടിക്കില്ല പുള്ളിക്ക്. പുള്ളിയോട് ചോദിച്ചാൽ മതി ഇതെങ്ങനെയാണ്. പക്ഷെ മോശം പോരാ, സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ വളരെ ലോ ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.